बोलो भारत माता की, बोलो भारत माता की. ആദരണീയനായ അധ്യക്ഷൻ, മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ വി മുരളീധരൻ മുരളിയേട്ടൻ, മുൻ മിസോറാം ഗവർണറും ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ കുമ്മനം രാജശേഖരൻ കുമ്മനം രാജേട്ടൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബി.ജെ.പിയുടെയും ബി.ഡി.ജെ.എസിൻ്റെയും എൻ.ഡി.എയുടെയും നേതാക്കന്മാരെ, ഇവിടെ എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും വിനയപൂർവമായ നമസ്കാരം. ഇക്കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി താമര വിരിയിച്ച് തൃശ്ശൂരിലെ ജനങ്ങൾ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച മലയാളികളുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി താമര വിരിയിച്ച പാലക്കാടിൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി കേരളീയരോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ നിരവധി ബി.ജെ.പി ജനപ്രതിനിധികളെ വിജയിപ്പിച്ചു തരണം എന്ന്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തൃശ്ശൂരിലെ ജനങ്ങൾ സ്വർണ്ണത്താലത്തിൽ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദിക്ക് സ്വർണ്ണത്താലത്തിൽ നൽകിയിട്ടുള്ള സമ്മാനമാണ് ശ്രീമാൻ സുരേഷ് ഗോപി. അതിന് പ്രധാനമന്ത്രി തിരിച്ച് അദ്ദേഹത്തിന് മന്ത്രി പദവി നൽകി ആദരിച്ചു എന്ന് മാത്രമല്ല, കേരളത്തിലെ പ്രവർത്തകന്മാരും അനുഭാവികളും എല്ലാം തന്നെ വർഷങ്ങളായി കഠിനമായ ത്യാഗത്തിലൂടെ, സഹനത്തിലൂടെ, സമർപ്പണത്തിലൂടെ വളർത്തിയെടുത്ത പ്രസ്ഥാനത്തിന് നൽകിയ മറ്റൊരു സമ്മാനമാണ് ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നിരവധി പ്രതിനിധികളെ എനിക്ക് നൽകണം എന്നാണ് മോദിജി പറഞ്ഞത്. പക്ഷെ ഒരു പ്രതിനിധിയെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഈ പ്രതിനിധി തൃശ്ശൂരിൻ്റെ പ്രതിനിധിയാണെന്ന് മാത്രമല്ല, 3,40,00,000 വരുന്ന മലയാളിയുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ മലയാളികൾ മുഴുവൻ ആദരിക്കുന്ന, ആരാധിക്കുന്ന പ്രിയങ്കരനായ നേതാവാണ് ശ്രീമാൻ സുരേഷ് ഗോപി. അതുകൊണ്ട് അദ്ദേഹം കേവലം തൃശ്ശൂരിൻ്റെ പ്രതിനിധി മാത്രമല്ല, ഈ മുഴുവൻ കേരളത്തിൻ്റെയും പ്രതിനിധിയാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു പ്രതിനിധി ആണ് ജയിച്ചതെങ്കിലും, പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ മുരളിയേട്ടൻ ഇരിക്കുന്നുണ്ട്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ ചുണ്ടിനും കപ്പിനും ഇടയിലാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നമുക്ക് ഒരു MP സ്ഥാനം നഷ്ടപ്പെട്ടത്. ഏതാണ്ട് 16,000 വോട്ടിൻ്റെ കുറവിനാണ് നമുക്ക് ആറ്റിങ്ങൽ പരാജയപ്പെട്ടത്. മാത്രമല്ല, തിരുവനന്തപുരത്തും കപ്പിനും ചുണ്ടിനുമിടയിലാണ് നമുക്ക് പരാജയം സംഭവിച്ചത്. ചുരുങ്ങിയ വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് തിരുവനന്തപുരത്തും നമുക്ക് പരാജയപ്പെടേണ്ടി വന്നത്. പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും തിളക്കമാർന്ന വിജയം കാഴ്ചവെച്ച ഏക രാഷ്ട്രീയ പാർട്ടി ബി.ജെ.പിയും മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യവുമാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ,
ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയ പാർട്ടി ഏതാ, മുന്നണി ഏതാ? പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ, ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിപ്പിച്ച, ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച ഏതാ രാഷ്ട്രീയ പാർട്ടി, ഏതാ മുന്നണി? ദയവായി എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരിക്കേണ്ടതാണ്. വിശിഷ്ട വ്യക്തികൾക്ക് വരുവാനായി ഇരുവശങ്ങളിലായി എല്ലാവരും മാറി നിൽക്കേണ്ടതാണ്. സ്വാഗതം, സുസ്വാഗതം. സുരേഷ് ഗോപിക്ക് സ്വാഗതം. ആഗതം, സുസ്വാഗതം. ജോർജ് കുര്യന് സ്വാഗതം. ആഗതം, സുസ്വാഗതം. ജോർജ് കുര്യന് സ്വാഗതം. ആഗതം, സുസ്വാഗതം. സുരേഷ് ഗോപിക്ക് സ്വാഗതം. കെ സുരേന്ദ്രന് സ്വാഗതം. കെ സുരേന്ദ്രന് സ്വാഗതം. ആഗതം, സുസ്വാഗതം. സുരേഷ് ഗോപിക്ക് സ്വാഗതം. സുരേഷ് ഗോപിക്ക് സ്വാഗതം. നമസ്കാരം. ചടിക്കും തൃശ്ശൂരിലാണ് ഇത് വരുന്നത്. തൃശ്ശൂർ. ദയവായി നിൽക്കുന്ന മുഴുവൻ ആളുകളും പിറകുവശത്തേക്ക് മാറേണ്ടതാണ്. വിശിഷ്ട വ്യക്തികൾക്ക് വരുവാൻ സാധിക്കുന്നില്ല. എല്ലാവരും ഇരുവശങ്ങളിലേക്കായി മാറി നിൽക്കേണ്ടതാണ്. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ദയവായി ഇരിക്കുക. വിശിഷ്ട വ്യക്തികൾക്ക് വേദിയിലേക്ക് വരുവാൻ സാധിക്കുന്നില്ല. ദയവായി സഹകരിക്കുക. മുഴുവൻ പ്രവർത്തകനും സുമനസ്കരായ എല്ലാവരും തന്നെ ഇരുവശങ്ങളിലേക്കായി മാറി നിൽക്കുക. കൃഷ്ണദാസ് ജി പ്രസംഗം തുടരുന്നതാണ്. പ്രിയമുള്ളവരെ, ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരതീയ ജനതാ പാർട്ടി കി, വന്ദേ വന്ദേ വന്ദേ. പ്രിയമുള്ളവരെ, ഞാൻ കൂടുതൽ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സമയത്ത് ഞാൻ സൂചിപ്പിച്ചത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനത്തിൽ വർധനവുണ്ടാക്കിയ, വോട്ടിൻ്റെ എണ്ണത്തിൽ വർധനവുണ്ടാക്കിയ, ജനപിന്തുണ വർദ്ധിപ്പിച്ച ഏക രാഷ്ട്രീയ പാർട്ടി ബി.ജെ.പിയും ബി.ജെ.പി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യവുമാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ്ട് 4% വോട്ട്, 6 ലക്ഷത്തിലധികം വോട്ട് നേടിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തിയത്. എന്നാൽ ഒരു കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെ CPM-ഉം കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ
നമ്മളെ നോക്കി പറഞ്ഞിരുന്നത് എന്താ? ഇത് കേരളമാണ്, ഇത് കേരളമാണ്, ഇത് കേരളമാണെന്നാ. എന്നാൽ പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ അഭിമാനമായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും 75,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചതോടുകൂടി ഇത് കേരളമാണെന്ന് മാത്രമല്ല, ഈ കേരളം ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് കൂടി തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. CPM-ന്റെ ഇപ്പൊ കൃഷ്ണകുമാറും അതിൽ രഘുനാഥും ഇവരൊക്കെ ചാനൽ ചർച്ചയിൽ പോകുമ്പോൾ CPM-ന്റെ പ്രതിനിധികൾ പറയും, എന്താ പറയുക, നിങ്ങൾക്ക് കേരളത്തിൽ ജയിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് കേരളത്തിൽ ജയിക്കാൻ കഴിയില്ല. എന്നാൽ ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുകയാണ്, ഇതാ ഇപ്പോഴ് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഒരു സീറ്റ്, ഭാരതീയ ജനതാ പാർട്ടിക്കും ഒരു സീറ്റാണെന്ന് പിണറായി വിജയനും MP ഗോവിന്ദൻ മാഷും മനസ്സിലാക്കണം. മാത്രമല്ല, BJP-ക്ക് കിട്ടിയ, NDA-ക്ക് കിട്ടിയ ഒരു സീറ്റ് എത്രയാ ഭൂരിപക്ഷം? ഭൂരിപക്ഷം 75,000-ലധികം ഭൂരിപക്ഷം. എന്നാൽ ആലത്തൂരിൽ CPM രക്ഷപ്പെട്ടത്, കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. എത്രയാ ഭൂരിപക്ഷം ആലത്തൂരിൽ? ഏതാണ്ട് 23. 19,000-ന്റെ ഭൂരിപക്ഷത്തിനാണ് ആലത്തൂരിൽ CPM രക്ഷപ്പെട്ടത്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി 75,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശ്രീമാൻ സുരേഷ് ഗോപി തൃശ്ശൂർ വിജയിച്ചത്. നോക്കട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ വിജയിച്ച സീറ്റിനേക്കാൾ തിളക്കമാർന്ന വിജയമല്ലേ ബഹുമാന്യനായ മലയാളിയുടെ അഭിമാനം ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നേടിയത്? മറ്റൊന്നു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് നാം വിജയിച്ചു എന്ന് മാത്രമല്ല, കോൺഗ്രസിനെയും UDF-നെയും 3-ാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ടാണ് തൃശ്ശൂരിൽ നാം വിജയം നേടിയത്. കേവലം തൃശ്ശൂരിൽ മാത്രമല്ല, കേരളത്തിലുടനീളം BJP-ക്കും NDA-ക്കും വലിയ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണ് NDA-ക്കും BJP-ക്കും അനുകൂലമായി പാകപ്പെട്ടു എന്നുള്ളതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം. മാത്രമല്ല പ്രിയമുള്ളവരെ, മറ്റൊരു സന്ദേശം എന്താ? ഭാരതീയ ജനതാ പാർട്ടി NDA വിജയിപ്പിക്കാൻ മലയാളിക്ക് മടിയില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഈ 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇന്ന് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മദിനം. അദ്ദേഹത്തിൻ്റെ ബാല്യകാല സഖിയിൽ മജീദ് എന്ന കഥാപാത്രത്തോട് അധ്യാപകൻ ചോദിക്കുന്നുണ്ട്, ഒന്നും എത്രയാ? അപ്പോൾ മജീദ് പറഞ്ഞെത്രയാ? വലിയ ഒന്നാ. ഇവിടെ UDF-ഉം LDF-ഉം ഇവിടെ ഘടകകക്ഷികളുടെ വലുപ്പമൊക്കെ കാണിച്ച് നമ്മളെ ഭയപ്പെടുത്താറുണ്ട്. പ്രിയമുള്ളവരെ, ഒന്നും വലിയ ഒന്നാണെങ്കിൽ 2 ഹൃദയങ്ങൾ ചേർന്നാൽ അത് ഒരു ഹൃദയമാണ്, 2 പുഴകൾ ചേർന്നാൽ അത് വല സാഗരമാണ്. അതാണ് തൃശ്ശൂരിൽ സംഭവിച്ചത്. ശ്രീ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ സംഭവിച്ചത്. ഹൃദയവും ഒന്നാണെങ്കിൽ അതിൽ സ്നേഹമാണ് ആവശ്യം. ആ സ്നേഹത്തിന്റെ പ്രതീകമാണ് ശ്രീ സുരേഷ് ഗോപി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ സുരേഷ് ഗോപിക്കും BJP-ക്കും NDA-ക്കും അനുകൂലമായി വിധിയെഴുതിയത്. ഞാൻ സൂചിപ്പിക്കുന്നത്, മജീദ് പറഞ്ഞതുപോലെ ഒന്നും രണ്ടല്ല, വലിയ ഒന്നാണ്. കണക്കുകൾ പലതും തെറ്റിച്ചുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണക്ക് പലതും തെറ്റിയിട്ടുണ്ട്. കണക്കുകൾ, സമവാക്യങ്ങൾ മാറിയിട്ടുണ്ട്. രാഷ്ട്രീയ സമവാക്യവും സാമൂഹ്യ സമവാക്യവും ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ മാറിയിരിക്കുന്നു. ഇത് BJP-ക്കും NDA-ക്കും അനുകൂലമാണ്. ഇപ്പൊ തൃശ്ശൂരിൽ, കേരളത്തിലുടനീളം തൃശ്ശൂരിൽ ഭൂരിപക്ഷ സമൂഹവും ന്യൂനപക്ഷ സമൂഹവും നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ശ്രീമാൻ സുരേഷ് ഗോപി അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. ഭൂരിപക്ഷ സമൂഹത്തിൽ
മുന്നോക്കക്കാരനും പിന്നോക്കക്കാരനും എല്ലാ വിഭാഗങ്ങളും ശ്രീമാൻ സുരേഷ് ഗോപിക്ക് അനുകൂലമായി BJPക്കും NDAക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ സന്ദേശമാണ്. ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. തൃശ്ശൂരിലെ ബഹുമാന്യ നമ്മുടെ പ്രിയങ്കരനായ അഭിമാനമായ സുരേഷ് ഗോപിയുടെ വിജയം ഒരു മിനി പൂര, ഇതൊരു മിനി വെടിക്കെട്ട് മാത്രമാണ്. ഇതൊരു മിനി വെടിക്കെട്ടാണ്. ഇനി ഇതിലും വലിയ വെടിക്കെട്ട് കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാകാൻ പോകുന്നു. അതിന്റെ ആരംഭം ഈ പാലക്കാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം. പിന്നീട് അതിലും വലിയ പൂരവും വെടിക്കെട്ടും 2025 പ്രാദേശിക തെരഞ്ഞെടുപ്പിലുണ്ടാകും. ഏറ്റവും വലിയ വെടിക്കെട്ടും പൂരവും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോഴേക്കും BJP നേതൃത്വം നൽകുന്ന NDAക്ക് പകരം വെക്കാൻ ഇവിടെ മുന്നണി ഉണ്ടാകും തോന്നില്ല. കാരണം ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇപ്പൊ CPMന്റെ ഈ പരാജയത്തിൻ്റെ കാരണം വിശദീകരിക്കാൻ മേഖലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക. അപ്പം CPM പറയുന്നത് ഞങ്ങൾക്ക് വോട്ട് ചോർച്ചയുണ്ടായി എന്ന. വോട്ട് ചോർച്ച ഞങ്ങൾ പറയുന്നു. വോട്ട് ചോർച്ചയാണെങ്കിൽ കെട്ടിടത്തിന് ചോർച്ച എവിടെയാണ് സംഭവിക്കുക? മേൽക്കൂരയിലാണ്. എന്നാൽ CPMന് സംഭവിച്ചത് ചോർച്ചയല്ല, മറിച്ച് അടിത്തറക്ക് തകർച്ചയാണ് സംഭവിച്ചത്. തകർച്ച അതിൻ്റെ കെട്ടിടത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. പിന്നീട് അത് നിലംപരിശാവും. അതുപോലെ തന്നെ CPMന്റെ അടിത്തറയുടെ തകർച്ച അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു മാത്രമല്ല അത് നിലംപരിശാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരുടെ മറ്റൊരു നേതാവ് പറഞ്ഞത്, ഇന്നലെ മധ്യമേഖലാ സമ്മേളനത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചത്, CPM ഭൂതലായിക്കൊണ്ടിരിക്കുകയാണെന്ന. ഭൂതൽ എന്ന പദമാണ്. ഭൂതൽ എന്ന് പറയുന്നത് ഞാൻ നോക്കുമ്പം നമ്മുടെ ഈ മരത്തിൻ്റെ ഇതിൽ എന്താ കാതൽ, ഈ കാതൽ മരത്തിൻ്റെ കാതൽ ദ്രവിക്കുന്നതിനെയാണ് പൂതൽ എന്ന് പറയുന്നത്. അതെ, പക്ഷെ പൂതലായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്താണെന്നറിയോ? മണ്ണോട് ചേരുക എന്നുള്ളതാണ്. അപ്പോൾ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ പറഞ്ഞത് ഇപ്പോൾ CPMന്റെ കേരളത്തെ അവസ്ഥ ഒരു പൂതലായതുപോലെയാണ്, അതായത് ദ്രവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. അയാൾ പറയാതെ പോയത് അടുത്ത അതിവിദൂരമല്ലാത്ത കാലത്ത് CPM മണ്ണോട് ചേരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ഏതായാലും നിങ്ങളുടെ നാട്ടുകാരനായ ബാലൻ പറഞ്ഞത് CPMന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം തൊട്ടടുത്ത ഭാവിയിൽ ഈനാമ്പേച്ചിയും മരപ്പട്ടിയും ആകുമെന്ന. ആ ബാലൻ്റെ നാവ് പൊന്നായി തീരട്ടെ എന്നുള്ളതാണ് നമ്മളെല്ലാം പ്രാർത്ഥന. അത് സംഭവിക്കുക തന്നെ ചെയ്യും. കോൺഗ്രസ് ആണെങ്കിൽ സ്വയം തകർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ എൻ്റെ നാട്ടിൽ കണ്ണൂരിൽ നമ്മുടെ KPCC പ്രസിഡന്റിൻ്റെ വീട്ടിൻ്റെ ചുറ്റും കുഴിച്ചെടുത്തപ്പോൾ കുറേ കൂടോത്രത്തിൻ്റെ കുറേ ചെമ്പോലകൾ നോക്കണം. കൂടോത്രത്തിൻ്റെ ചെമ്പോലകൾ, അതായത് കോൺഗ്രസിനെ തകർക്കാൻ കോൺഗ്രസിനകത്ത് തന്നെ കൂടോത്രം തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ പറയുന്നു, VD സതീശൻ്റെ വീട്ടിലും പരിശോധിച്ചാൽ ഈ കൂടോത്രത്തിൻ്റെ ചെമ്പോല കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന AICC ഈ കൂടോത്രത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്നുണ്ട് എന്നാണ്. ഏതായാലും കോൺഗ്രസിൻ്റെ തകർച്ച അത് കോൺഗ്രസിനെ തന്നെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇനി ഭാവി കേരളം അത് ദേശീയ ജനാധിപത്യ മുന്നണിയുടേതാണ്, BJPയുടേതാണ് എന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ അത് കാണിച്ചു കൊടുക്കാനുള്ള ബാധ്യത പാലക്കാട്ടെ വോട്ടർമാർക്കുണ്ട്, ജനങ്ങൾക്കുണ്ട്. ഈ വരാനിരിക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തിളക്കമാർന്ന വിജയം BJPക്കും NDAക്കും സംഭാവന ചെയ്യാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയും വിശദീകരണവും അതിനുള്ള ആരംഭമായി മാറും എന്ന കാര്യം സംശയമില്ല. ഇത്രമാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി നമ്മളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി ശ്രീ V മുരളീധരൻ അവർ. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രംഗപ്രവേശം. സ്കൂൾ കാലഘട്ടം മുതൽ ABVPയുടെ സജീവ പ്രവർത്തകനായ അദ്ദേഹം പിന്നീട് ABVPയുടെ വിവിധ ചുമതലകൾ വഹിച്ചു.
1983 മുതൽ 94 വരെ നീണ്ട് 11 വർഷക്കാലം ABPയുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി. 1998 ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ ഔദ്യോഗികമായി BJPയുടെ നേതൃനിരയിലേക്ക്. നെഹ്റു യുവകേന്ദ്രയുടെ ചെയർമാൻ, യൂത്ത് എംപ്ലോയ്മെന്റ് ജനറേഷൻ ടാസ്ക് ഫോഴ്സിന്റെ കൺവീനർ എന്നീ ചുമതലകളും വഹിച്ചു. 2010 മുതൽ 15 വരെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. 2018 വിദേശകാര്യ സഹമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ശ്രീ വി മുരളീധരൻ അവർകളെ ഏറെ ആദരവപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ, വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അവർകൾ, ബഹുമാന്യരായിട്ടുള്ള കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അവർകൾ, ശ്രീ ജോർജ് കുര്യൻ അവർകൾ, വേദിയിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയും BDJS ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെയും നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ ശ്രീ സുരേഷ് ഗോപിക്കും ശ്രീ ജോർജ് കുര്യനും ആദ്യമായി ഞാൻ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. 10 വർഷക്കാലത്തെ സദ്ഭരണത്തിൻ്റെ തുടർച്ച, ആ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ മൂന്നാം തവണയും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ 60 വർഷക്കാലത്തിന് ശേഷം ഒരു പ്രധാനമന്ത്രി മൂന്നാം തവണ തുടർച്ചയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുന്ന ചരിത്രമുഹൂർത്തം, ആ ചരിത്രമുഹൂർത്തത്തിൻ്റെ ഭാഗമായിട്ട് ശ്രീ നരേന്ദ്രമോദിജി വീണ്ടും അധികാരത്തിലെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ പോലെയുള്ള ഒരാളുടെ ടീമിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് ഏത് പൊതുപ്രവർത്തകനും ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് 5 വർഷത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിസ്സംശയം പറയും. കാരണം നരേന്ദ്രമോദിയുടെ മനസ്സിൽ ഈ നാടിൻ്റെ ക്ഷേമം, ഈ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം, അങ്ങനെ ജനസേവനം എന്നുള്ളത് മാത്രം, അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്, ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അഴിമതിക്കും അഹന്തയ്ക്കും സ്വജനപക്ഷപാതത്തിനും കുടുംബവാഴ്ചയ്ക്കും സ്ഥാനമില്ലാത്ത ഒരു സർക്കാർ, അങ്ങനെ ഒരു സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയത്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ലോക്സഭയിലും രാജ്യസഭയിലും നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, ബഹുമാന്യയായിട്ടുള്ള രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് മറുപടിയായി അതിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റിലെ ചർച്ചകൾക്ക് വിരാമമിട്ടുകൊണ്ട് നടത്തിയ പ്രസംഗങ്ങൾ, ആ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ച ആളുകൾക്കറിയാം വികസിത ഭാരതത്തെക്കുറിച്ചാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്, സ്വാശ്രയ ഭാരതത്തെക്കുറിച്ചാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. ഇത് രണ്ടും സാധ്യമാക്കാൻ നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ജനങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ടാണ് ജനങ്ങൾ ഈ ചരിത്ര വിജയം നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനത്തിനുള്ള അംഗീകാരം, അതോടൊപ്പം ഭാവി സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒപ്പമുണ്ട് എന്നുള്ള സന്ദേശം. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ആഗോളതലത്തിലുള്ള അസ്വസ്ഥതകൾ, മഹാമാരി, അതുപോലെയുള്ള വെല്ലുവിളികൾക്കിടയിൽ 10 വർഷങ്ങൾക്കിടയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 10ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്ക് മുന്നേറുന്നത് നമ്മൾ കണ്ടു. കോവിഡ് മഹാമാരി കാലത്ത് ഈ നാടിനെ ധീരതയോടുകൂടി നയിച്ച ഒരു സേനാധിപന്റെ, ഒരു പടത്തലവന്റെ സൈന്യത്തിലെ അംഗമായി രാജ്യക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവൻ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. നരേന്ദ്രമോദിയുടെ നേതൃപാടവത്തിന്റെ ഗുണഫലങ്ങൾ ഏറ്റവും അധികം അനുഭവിച്ചിട്ടുള്ള ജനതയാണ് മലയാളികൾ. എല്ലാ മേഖലകളിലും ഓപ്പറേഷൻ വന്ദേ ഭാരത് മുതൽ ഓപ്പറേഷൻ കാവേരി വരെയുള്ള നിരവധി
ഇവാക്വേഷനുകൾ, ആ സദ്ഭരണത്തിന്റെ ഗുണഫലങ്ങൾ, ആ ഗുണഫലങ്ങൾ മുഴുവൻ അനുഭവിച്ചവരാണ് മലയാളികൾ. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് എനിക്ക് കെട്ടിവെക്കാനുള്ള കാശ്, ആ കാശ് തന്നത് അങ്ങനെ ഉക്രൈനിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന കുട്ടികളാണ്. അത് വി മുരളീധരനുള്ള കാശല്ല, അത് നരേന്ദ്രമോദിക്കുള്ള അംഗീകാരമായിരുന്നു. മഹാമാരിയിൽ ഇന്ത്യ പട്ടിണി കടന്ന് ഇന്ത്യയിൽ പട്ടിണി മരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവചിച്ചവർക്ക്, ആ പ്രവചിച്ചവർക്ക് മറുപടിയായി 80 കോടി ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ നൽകി. ആ റേഷൻ കിറ്റ് വാങ്ങി സ്വന്തം പടം അച്ചടിച്ച് അത് കേരളത്തിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്ത ചില ആളുകളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ജനങ്ങൾ ഇന്നത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാർഷിക മേഖലയായിട്ടുള്ള ഈ പാലക്കാട് നിൽക്കുമ്പോൾ അഭിമാനത്തോടു കൂടി പറയട്ടെ, വളങ്ങളുടെ സബ്സിഡിയായിട്ട് 12 ലക്ഷം കോടി രൂപ പാവപ്പെട്ട കർഷകർക്ക് നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ചത് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ തുകയാണ്. നെല്ലിനടക്കം മിനിമം താങ്ങുവിലയിൽ റെക്കോർഡ് വർധനവ് പ്രഖ്യാപിച്ചു. സ്ത്രീകളുടെ ആരോഗ്യവും ശുചിത്വവും ക്ഷേമവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുൻഗണന നൽകി. പാചകവാതകം തൊട്ട് സാനിറ്ററി പാഡ് വരെ എല്ലാവർക്കും ലഭ്യമാക്കി. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായി. ആ ബോധ്യമായതിന്റെ തെളിവാണ് ശ്രീ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലെ ജനങ്ങൾ നൽകിയ മിന്നുന്ന വിജയം. അതാണ് ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ച വിജയത്തിന്റെ അടിസ്ഥാനം. ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാർ അധികാരത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ ശതമാനം ജനങ്ങൾ, അങ്ങനെയുള്ള ജനങ്ങൾ കേരളത്തിൽ എല്ലായിടത്തുമുണ്ട്. അവരാണ് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലുമൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്ക്, സ്ഥാനാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള വലിയ വോട്ട് ശതമാനത്തിന്റെ പിന്നിൽ. പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലും ഈ പ്രദേശത്തെ ജനങ്ങൾ ഇതേ അംഗീകാരം നൽകിക്കൊണ്ട് ഈ മണ്ണിൽ താമര വിരിയിക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും കേരളത്തിൽ ഇപ്പോഴും നേരം വെളുക്കാത്ത ചില ആളുകളുണ്ട്. അവര് പറയുന്നത് എന്താ? ക്രൈസ്തവ പുരോഹിതന്മാർ, മതമേലധ്യക്ഷന്മാർ അവര് തിരുത്തണം. അവര് പറയുന്നത് എന്താ? അവര് കേരളത്തിൽ BJP വളർന്നു വരുന്നു, വലിയ ആപത്താണ്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിവിടെ പരസ്പരം ഏറ്റുമുട്ടും. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ട് മത്സരിക്കും. അത് കഴിഞ്ഞ് ഡൽഹിയിൽ പോയിട്ട് രാഹുൽ ഗാന്ധിക്ക് മുദ്രാവാക്യം, രാഹുൽ ഗാന്ധിക്ക് ജയ് വിളിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ആരെയൊക്കെയാ നിർബന്ധിച്ച് സഭയുടെ നടുത്തളത്തിലേക്ക് ഇറക്കി വിടുന്നത്. ഇവിടെ നിന്ന് രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചവരടക്കമുള്ള ആളുകൾ, ആ ആളുകൾ ഡൽഹിയിൽ ചെല്ലുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ച് പാർലമെന്റിൽ നരേന്ദ്രമോദിക്കെതിരായിട്ട് ബഹളം വെക്കാൻ, നരേന്ദ്രമോദിക്ക് എതിരായിട്ട് മുദ്രാവാക്യം വിളിക്കാൻ ഒരുമിച്ച് വരുന്നത് നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നിങ്ങൾ എല്ലാവരും കണ്ടു. 1.5 കോടിയുടെ ബസ്സിൽ ഈ നാട് മുഴുവൻ ഊരുതണ്ടി ജനങ്ങളോട് കേന്ദ്രം നമ്മളെ ഞെരുക്കുന്നു എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു. 1.5 കോടിയുടെ ബസ്സിൽ. കാരണം 600 രൂപ പെൻഷൻ കൊടുക്കാനില്ലാത്ത ആള് 50 ലക്ഷം രൂപ ചെലവഴിച്ച് കേരളീയത്തിന് ലൈറ്റ് ഇടും. 1.5 കോടി ചെലവഴിച്ച് ബസ്സിൽ ഊരു ചുറ്റും. കൊച്ചുമകൻ അവധിക്കാലത്ത് യൂറോപ്പിൽ ടൂർ നടത്തും. നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് പുതിയ നീന്തൽ കുളം പണിയും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു കമ്പനിയിൽ നിന്ന് മാത്രം 1.25 കോടി രൂപ നൽകുന്ന സാഹചര്യം ഉണ്ടാക്കും. ഇതെല്ലാം ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള തുക കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് കണക്കുകൾ സഹിതം നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. വരും നാളുകളിലും ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടം നമ്മുടെ തുടരേണ്ടതുണ്ട്. ശ്രീ സുരേഷ് ഗോപിയുടെ വിജയം
പ്രധാനമന്ത്രി കേരളത്തിന് നൽകിയിട്ടുള്ള 2 മന്ത്രിസ്ഥാനങ്ങൾ, ഈ 2 മന്ത്രിസ്ഥാനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനോടൊപ്പമാണ്, നരേന്ദ്രമോദിയോടൊപ്പമാണ് എന്ന് തെളിയിക്കാനുള്ള അവസരം കൂടിയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ. ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞു 10 വർഷക്കാലത്തിനിടയിൽ 11ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തെത്തി. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസത്തെ രാജ്യസഭയിലെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു 10 വർഷക്കാലം കണ്ടത് അത് ട്രെയിലറാണ്, ഇനി വരാൻ പോകുന്നതാണ് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്ന ഈ നാടിന് മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ 5ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ള വലിയ ദൗത്യം, ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുക എന്നുള്ള വലിയ ലക്ഷ്യം, ആ ദൗത്യത്തിൽ പ്രധാനമന്ത്രിയുടെ കരങ്ങൾക്ക് കരുത്തു പകരാൻ നമ്മുടെ 2 മന്ത്രിമാർക്കും സാധിക്കട്ടെ. അതിനായിട്ട് ഈശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി നമ്മളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ശ്രീമതി ശോഭ സുരേന്ദ്രൻ, കേരള BJPയുടെ സ്ത്രീമുഖം. ഓർമ്മ വെച്ച നാൾ മുതൽക്ക് തന്നെ സ്വന്തം പ്രസ്ഥാനത്തിനായി ജീവിതം സമർപ്പിച്ച